പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. പാകിസ്ഥാന്റെ ആർമി ചീഫാണ് അസിം മുനീർ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിലെ തമ്പ സിറ്റിയിൽ വെച്ച് പാകിസ്ഥാനിയായ ബിസിനസ്മാൻ അദ്നൻ ആസാദ് ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ചീഫ് ഗസ്റ്റായി അസിം മുനീറിനെയാണ് ക്ഷണിച്ചത്. ഈ ചടങ്ങിൽ സംസാരിക്കവേ വളരെ രൂക്ഷമായ ഭാഷയിൽ അയാൾ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി. ഒരു ആർമി ചീഫും ലോകത്ത് പറയുവാൻ ഇടയില്ലാത്ത തരത്തിലുള്ള ആണവയുദ്ധ ഭീഷണിയാണ് അസിം മുനീർ മുഴക്കിയത്. അയാൾ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു ആണവ ശക്തിയാണ്. ഞങ്ങൾ തകരുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതി കൂടി ഞങ്ങളോടൊപ്പം തകരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. എത്ര ഹീനമായ ഒരു ചിന്താഗതിയാണ് ഇത് എന്ന് ആലോചിക്കുക. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആദ്യമായാണ് ഇത്തരമൊരു കൊലവിളി മറ്റൊരു രാജ്യത്തിനെതിരെ നടത്തുന്നത്. ന്യൂക്ലിയർ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്ന് തന്നെ ആയിരിക്കണം അസീം മുനീർ ഉദ്ദേശിച്ചത്. ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കണമെന്നും പാകിസ്ഥാനെ തകർക്കുവാൻ ഇന്ത്യ ശ്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയായി മാറുമെന്നും അതുകൊണ്ട് ഇന്ത്യയെ തടയണമെന്നുമുള്ള ഒരു സന്ദേശമാണ് അസീം മുനീർ നൽകിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണിത്. ഞങ്ങളെ ഇന്ത്യയിൽ നിന്നും രക്ഷിക്കുക, അല്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്നതാണ് അസീം മുനീർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദ് ചെയ്തിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇത്. പാകിസ്ഥാന്റെ വലിയൊരു പ്രദേശത്തിലെ ജലസേചനവും കൃഷി ഉൾപ്പെടെയുള്ളവയും സപ്പോർട്ട് ചെയ്തിരുന്നത് സിന്ധു നദിയിലെ ജലമായിരുന്നു. ഇന്ത്യ സിന്ധു നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കുവാൻ പോവുകയാണ്. സിന്ധു നദിയിലെ ജലത്തെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതിനെക്കുറിച്ച് അസീം മുനീർ പറഞ്ഞത്: ഞങ്ങൾ ഇന്ത്യ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായാൽ ഞങ്ങൾ 10 മിസൈലുകൾ ഉപയോഗിച്ച് ഡാമിനെ തകർക്കും. ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല സിന്ധു നദി. പാകിസ്ഥാന്റെ പക്കൽ മിസൈലുകൾക്ക് കുറവൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു അസിം മുനീറിന്റെ ഭീഷണികൾ. അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററി പാകിസ്ഥാന്റെ പൊളിറ്റിക്സിൽ ഇടപെടുന്നതിനെ കുറിച്ചും അസിം മുനീർ സംസാരിച്ചു. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഇടപെടലിനെ ന്യായീകരിക്കുകയായിരുന്നു അയാൾ. ഇന്ത്യയെയും പാകിസ്ഥാനെയും താരതമ്യം ചെയ്ത അസീം മുനീർ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇന്ത്യ ഒരു തിളങ്ങുന്ന മേഴ്സിഡസ് ബെൻസ് കാർ ആണെന്നും പാകിസ്ഥാൻ മണല് കയറ്റിയ ഒരു ഡംപ് ട്രക്ക് ആണെന്നും ഈ ട്രക്ക് കാറിൽ ഇടിച്ചാൽ ആരാണ് തകരാൻ പോകുന്നത് എന്നും അസീം മുനീർ ചോദിച്ചു. സ്വന്തം രാജ്യത്തെ ഡംപ് ട്രക്ക് എന്ന് വിശേഷിപ്പിച്ചത് എന്തായാലും നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഗുജറാത്തിലെ ജാംനഗറിലെ റിഫൈനറി തകർക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് റിഫൈനിങ് കോംപ്ലക്സ് ആണ് ജാംനഗറിലേത്. ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെ തങ്ങൾ ആക്രമിക്കുമെന്ന ഒരു മെസ്സേജ് തന്നെയാണിത്. അസിം മുനീറിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഏറെക്കുറെ സമാനമായ പ്രസ്താവനകൾ നടത്തി. സിന്ധു നദിയിലെ ജലം തടയുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും മറക്കുവാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് ഷെരീഫ് പറഞ്ഞത്. സിന്ധു നദീജലം എത്രത്തോളം വിലയേറിയതാണ് എന്നതിന് തെളിവാണ് പാകിസ്ഥാന്റെ ഇത്തരം ഭീഷണികൾ. പാകിസ്ഥാന്റെ ആണവയുദ്ധ ഭീഷണി തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പാകിസ്ഥാന് ഇത്തരം ആണവ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ധൈര്യമുണ്ടോ എന്നത് മറ്റൊരു കാര്യം. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള സീക്രട്ട് റിപ്പോർട്ടുകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയുകയില്ല. എങ്കിലും ഇത്തരമൊരു ആണവയുദ്ധം നടത്തുവാൻ അമേരിക്ക പാകിസ്ഥാനെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യ തീർച്ചയായും ഇതിനെ കരുതിയിരിക്കേണ്ടതാണ്. ഏറ്റവും അഡ്വാൻസ്ഡും വിപുലവുമായ ഇന്റലിജൻസ് സർവൈലൻസ് റെക്കഗ്നൈസൻസ് കേപ്പബിലിറ്റി ഇന്ത്യ നേടിയെടുക്കണം. സാറ്റലൈറ്റ് മുതൽ ചെറിയ ഡ്രോണുകൾ വരെയുള്ള സമ്പൂർണമായ ഒരു നെറ്റ്വർക്ക് ആയിരിക്കണം ഇത്. ഈ മേഖലയിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധം പുറത്തെടുക്കുകയാണെങ്കിൽ തങ്ങളുടെ ഇന്റലിജൻസ് സർവൈലൻസ് റെക്കഗ്നൈസൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ അത് കണ്ടെത്തുകയും കൃത്യമായി തകർക്കുകയും ചെയ്യണം. അവരുടെ ആണവ കേന്ദ്രങ്ങളെ സമ്പൂർണമായും തകർക്കുവാൻ ഇന്ത്യക്ക് സാധിക്കണം. അതിനുവേണ്ടി ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉണ്ടാക്കണം. അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണം. അവ വലിയ അളവിൽ ഇൻഡക്റ്റ് ചെയ്യുകയും വേണം. അഗ്നി 5 ബങ്കർ ബസ്റ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ അഡ്വാൻസ്ഡും ശക്തവുമാക്കണം. കൂടുതൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ വാങ്ങുവാൻ തയ്യാറെടുക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം S-400 പ്രോജക്റ്റ് കുശയും എത്രയും പെട്ടെന്ന് ഇൻഡക്റ്റ് ചെയ്യണം. BMD ഫേസ് 2, ഫേസ് 3 എന്നിവയും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. സിന്ധു നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഡാം തകർക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇത് മറ്റൊരു യുദ്ധത്തിൽ കലാശിച്ചേക്കാം. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീർ നിലവിൽ അമേരിക്കൻ പോക്കറ്റിലാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പാകിസ്ഥാനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. എങ്കിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാൻ ഒരു അവസരം കിട്ടിയാൽ ചൈന പാകിസ്ഥാന് എല്ലാവിധ പിന്തുണയും നൽകും.
ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ത്യ തീർച്ചയായും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നിവരെല്ലാം തന്നെ കാര്യങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട്. ഇത്തരമൊരു ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്. ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ എന്ന നിലയിൽ അമേരിക്ക പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുകയാണ്. ഇന്ത്യയെ ഇത് തീർച്ചയായും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അകൽച്ച താൽക്കാലികം മാത്രമാകുവാനാണ് സാധ്യത. പാകിസ്ഥാനെ പോലെ ഒരു തീവ്രവാദ രാജ്യത്തെ ചൈനയും അമേരിക്കയും വിശ്വസിക്കുന്നില്ല. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടാകും. എന്നിരുന്നാലും ഇന്ത്യ ഭയപ്പെടേണ്ട കാര്യവുമില്ല. അമേരിക്കയും ചൈനയും ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് പോലും നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യക്ക് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ കാലത്തും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നിട്ടുണ്ട്. അന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്ത്യ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. നിലവിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും വളരെ കോംപ്ലക്സും അപകടകരവുമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.